പരാശക്തി. പൊങ്കലിന് ഈ കൊല്ലം പ്ലാൻ ചെയ്യുന്ന 2 തമിഴ് സിനിമകളിൽ ആകെ വന്നത് പരാശക്തി മാത്രമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ സിനിമയുടെ കുറച്ച് പോസിറ്റീവിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ബാക്കി ഇതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് എന്താ പറയുന്ന കാലഘട്ടമൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ്, ഇതിൻ്റെ DOPയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വിഷ്വൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്തപ്പോഴത്തേനുണ്ടായിരുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ അല്ല ഇപ്പം നിലവിലുള്ളത്. ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് സൂര്യ, ദുൽഖർ, നസ്രിയ അവരൊക്കെ ആയിരുന്നു ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തേക്ക് സൂര്യയുടെ സ്ഥാനത്തേക്ക് ശിവകാർത്തികേയനും, ദുൽഖറിൻ്റെ സ്ഥാനത്തേക്ക് അഥർവയും, നസ്രിയയുടെ സ്ഥാനത്തേക്ക് വന്നത് ശ്രീലീലയാണ്. ഇവർ 3 പേരും ഈ സിനിമയ്ക്കകത്തുനിന്ന് നല്ല രീതിയിൽ എസ്കേപ്പ് ആയി പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത പടക്കം കൂടെ അവരുടെ എല്ലാവരുടെയും തലയിലിരുന്നു. ഈ സിനിമ സുധാ കൊങ്കരയുടെ ഇതിന് മുമ്പത്തെ സിനിമകളെന്ന് പറയുമ്പോഴത്തേന് അത് നമ്മളെ ഒരു എന്താ പറയുന്നത് ഇച്ചിരി ഡ്രാഗ് ചെയ്ത് ഇരുത്തുമെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല 2-3 മൊമെൻറ്റ്സ് തരുന്ന സിനിമകളാണ്. കാരണം സുരൈ പോയിട്ടാണെങ്കിലും ശരി, എഴുതിസുട്ടാണെങ്കിലും ശരി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് കുറച്ച് വലിപ്പിരി ഇങ്ങനെ തോന്നിയാലും പക്ഷേ ഒരു മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഒരു രോമാഞ്ചം തരുന്നൊരു ഒരു സംഭവം അവർക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ അത് ഈ സിനിമയ്ക്കകത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങ് വർക്കായിട്ടില്ല. അതിനുവേണ്ടി ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വലിച്ച് നീട്ടി സ്ട്രഗിൾ ചെയ്യുന്നത് ഇങ്ങനെ കാണിച്ച് ചെന്നിട്ടും പക്ഷേ ആ ഒരു മൊമെൻറ്റ് വരുമ്പോഴത്തേന് നമുക്കതൊന്നും ഫീൽ ആകുന്നില്ല. നമ്മൾ മറ്റേ കൊള്ളാം അങ്ങനെ മിണ്ടി മൂളി അങ്ങ് ഇരിക്കും. എന്താ പറയുന്നത്, ഒരു ഉറക്കമോ അല്ല എന്നാൽ ഏറ്റിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഒരു മൊമെൻറ്റിലിരിക്കുന്നൊരു ഫീലാണ് നമുക്ക് ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നത്. പിന്നെ ശിവകാർത്തികേയൻ അത്യാവശ്യം ഡീസൻ്റ് ഒരു പെർഫോമൻസ് ആണ്. പുള്ളിയാണ് ഈ പടം ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ജയൻ രവി, പുള്ളി കരിയറിലെ എന്താ പറയുന്നത് വേറൊരു ആക്ടറുടെ പടത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ് റോൾ ചെയ്യുന്ന സിനിമയാണിത്. പക്ഷേ പുള്ളിക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഈ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പുള്ളിയായിരുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഒരു നമുക്കൊരു എന്താ പറയുന്നത് എങ്ങും എത്തുന്നില്ല. ശിവകാർത്തികേയനെ കൊണ്ട് ഇത് ഫുള്ളി ഒരു പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എങ്കിലും ഒരു 60-70% പുള്ളിയെ കൊണ്ട് പറ്റുന്ന പോലെ പുള്ളി ഈ സിനിമ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇൻട്രോൽ സീൻ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചെറിയ എന്താ പറയുന്നത് ഒരു ക്യാമിയോ സീൻ അങ്ങനത്തെ ഉണ്ട്, അതും കുഴപ്പമില്ലായിരുന്നു. ചെറിയ എന്താ പറയുന്നത് നനഞ്ഞ പടക്കങ്ങളിൽ 1-2 എണ്ണം പൊട്ടുന്നുണ്ടെന്ന് പോലെ അതിൻ്റെ അകത്ത് ചില നല്ല സീൻസ് ഉണ്ട്. ഞാൻ 1-2 മണിക്കൂർ തീർക്കേണ്ട സാധനം ഇങ്ങനെ വലിച്ച് ഇഴച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സെറ്റപ്പിലാണ് ഈ പടം പോകുന്നത്. ഈ പറയുന്നതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കണ്ട് തന്നെ നിങ്ങളുടേതായ അഭിപ്രായം പറയുക. ഈ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പം ബൈ.